തുടങ്ങിയ സൗഹൃദം മരണത്തിലും കൂട്ടിവിടാതെ ആ 4 പെൺകുട്ടികളുടെയും ഖബറടക്കം ഇന്ന്. കല്ലിടക്കോട് പനയമ്പാടത്തിൽ സിമന്റ് ലോറി ഇടിച്ചു കയറി മരിച്ച 4 സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും നാട് ഇന്ന് വിട നൽകും. അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജിന ദമ്പതികളുടെ മകൾ ആയിഷ, പിലാത്തൊടി വീട്ടിൽ അബ്ദുൽ റഫീഖ് സജീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ, അബ്ദുൽ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ എന്നിവരെ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരുമിച്ചാകും ഖബറടക്കുക. കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പൊതുദർശനമില്ല. ഇന്നലെ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. രാവിലെ 6ഓടെ ആശുപത്രിയിൽ നിന്ന് വീടുകളിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ 2 മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെക്കും. രാവിലെ 8:30 തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിലും പൊതുദർശനത്തിന് ശേഷം 10:30 തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കും. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാത്തി 4 വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത അപകടം സംഭവിച്ചത്. വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു ദാരുണമായ അപകടം. നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥികളുടെ നേരെ പാഞ്ഞു കയറുകയായിരുന്നു. മരിച്ച ഇർഫാന ഷെറിൻ അബ്ദുൽ സലാമിന്റെ 3 മക്കളിൽ മൂത്തയാളാണ്. സ്വന്തമായി പൊടിമില്ല് നടത്തിയായിരുന്നു ഉപജീവനം. ഓട്ടോ ഡ്രൈവറായ റഫീഖിന്റെ മൂത്ത മകളാണ് മരിച്ച റിദ ഫാത്തിമ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾപ്പെടെ 3 പേരായിരുന്നു മക്കൾ. മരിച്ച നിദ ഫാത്തിമയുടെ പിതാവ് പ്രവാസിയായ അബ്ദുൽ സലീം അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. 2 മക്കളിൽ ഏക മകളെയാണ് ഇവർക്ക് നഷ്ടമായത്. പലചരക്ക് കടത്തുന്ന ഷറഫുദ്ദീന്റെ 2ാമത്തെ മകളാണ് മരിച്ച ആയിഷ. ഒരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട്. സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിൽ സ്കൂൾ ടീമിന്റെ മണവാട്ടിയായിരുന്നു. എ ഗ്രേഡും ലഭിച്ചു. വരുന്ന 21 സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനത്തിനും മണവാട്ടിയായി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആയിഷ. അതിനിടെയാണ് നിയന്ത്രണം വിട്ടെത്തിയ ലോറി ആ കുരുന്ന് ജീവനെടുത്തത്. മദ്രസ പഠനം തുടങ്ങിയതാണ് 4 പേർക്കിടയിലെ സൗഹൃദം. സ്കൂളിൽ 8ാം തരത്തിലെ വിവിധ ഡിവിഷനുകളിലായാണ് ഇവർ പഠിച്ചിരുന്നത്. അപകടത്തിൽപ്പെട്ട കുട്ടികളിൽ ചിലരെ തിരിച്ചറിയാനാകാതെയാണ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് കുതിച്ചത്. മുമ്പ് ദേശീയപാതയിലൂടെ അല്ലാതെ മറ്റ് വഴിയിലൂടെയായിരുന്നു കുട്ടികൾ സ്കൂളിൽ എത്തിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.